എനിക്കത് വിഷമം വരും. ഒന്നാമത് കല്യാണം നമസ്കാരം, കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 6 നാടകീയ രംഗങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ ദിവസം തൊട്ട് തുടങ്ങിയ വഴക്ക് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രതീഷ് എന്നും വീട്ടിലെ മറ്റംഗങ്ങളുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ഈ വഴക്കിനിടയിൽ ബിഗ് ബോസ് ഹൗസിൽ ഒരു പ്രണയം നടക്കുന്നുണ്ടോ എന്ന സംശയം പ്രേക്ഷകർക്കുണ്ട്. ഗബ്രിയും ജാസ്മിനും ലവ് സ്ട്രാറ്റജി പ്രയോഗിക്കുന്നുണ്ടോ എന്നാണ് പ്രേക്ഷകർക്ക് സംശയം. കാരണം കഴിഞ്ഞ ദിവസം ഇരുവരും രാത്രി വരെ സംസാരിച്ചിരുന്നിരുന്നു. ഗബ്രിയെ ചാരിയിരുന്ന് ജാസ്മിൻ പൊട്ടിക്കരയുന്നതും ഗബ്രി ജാസ്മിനെ ആശ്വസിപ്പിക്കുന്നതുമൊക്കെ ഇന്നലെ കാണിച്ചിരുന്നു. ഇരുവരും സംസാരിക്കുന്ന സമയത്ത് ക്യാമറ തങ്ങളെ നോക്കുന്നുണ്ടെന്ന് ജാസ്മിൻ ഗബ്രിയോട് രഹസ്യമായി പറയുന്നതും കാണും. ഇപ്പോൾ ഇതേ വിഷയത്തെക്കുറിച്ച് വീണ്ടും സംസാരിക്കുകയാണ് ഗബ്രി. ജാസ്മിനും ഗബ്രിയും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് റസ്മിനും ഋഷിയും വന്നപ്പോഴാണ് തലേ ദിവസം നടന്ന സംഭവത്തെക്കുറിച്ച് പറയുന്നത്. ഇന്നലെ ഞാനും അവനും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവൻ കൈവിട്, ജാസ്മിൻ കൈവിട് എന്ന് പറയുമ്പോൾ കറക്റ്റ് ക്യാമറ കയ്യിലേക്ക് തന്നെ നോക്കുന്നുണ്ടായിരുന്നുവെന്നാണ് ജാസ്മിൻ പറയുന്നത്. അതേസമയം ആ സമയത്ത് നടന്ന സംഭവം ഗബ്രി അഭിനയിച്ച് കാണിക്കുന്നുമുണ്ട്. ജാസ്മിൻ വിട്, ഞാൻ ഉറങ്ങട്ടെ, ഉറക്കം വരുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും മുകളിലിരുന്ന ക്യാമറ നേരെ താഴേക്ക് വന്നു എന്നാണ് ഗബ്രി പറഞ്ഞത്. ഇത് പറഞ്ഞതിന് പിന്നാലെ ദൈവമേ എന്റെ കല്യാണം എന്നും ഗബ്രി പറയുന്നു. അപ്പോൾ അതാ എനിക്കും പറയാനുള്ളത്, എനിക്ക് പുറത്തു പോയി കെട്ടാനുള്ളത് എന്നാണ് ജാസ്മിൻ പറയുന്നു. ഇപ്പോൾ ജാസ്മിനും ഗബ്രിയും അധിക നേരവും ഒരുമിച്ച് തന്നെയാണ് ഉണ്ടാകാറുള്ളത്. കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ലവ് സ്ട്രാറ്റജി ആണോ അല്ലെങ്കിലും ഇരുവരും സുഹൃത്തുക്കളാണോ എന്ന വരും എപ്പിസോഡുകളിൽ നിന്ന് വ്യക്തമാകുമെന്നാണ് പ്രേക്ഷകർ കരുതുന്നത്. ഗബ്രിയും ജാസ്മിനും ഇത്തവണത്തെ എലിമിനേഷനിലില്ല. ഇനി വരുന്ന ആഴ്ചകൾ വളരെ നിർണായകമായിരിക്കും. കണ്ടന്റുകൾ നൽകുന്നതിലൂടെയായിരിക്കും മത്സരാർത്ഥികളെ പ്രേക്ഷകർ വിലയിരുത്തുന്നത്. നിലവിൽ ലവ് സ്ട്രാറ്റജിയിലേക്ക് ആരും പോയിട്ടില്ല. അത്തരം ഒരു തന്ത്രം പ്രയോഗിക്കാൻ അവസരവും ഉണ്ട് താനും. എന്താണ് നടക്കുക എന്ന് കാത്തിരുന്ന് കാണാം. എന്റർടൈൻമെന്റ് ഡെസ്ക്, കേരളീയം.